നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ കിടക്കാം. ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ ഏകദേശം ഒരു 1% ഒരു ഫോളാണ് നമ്മൾ കണ്ടത്. ഇൻഡെക്സ്, ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളെല്ലാം തന്നെ സീവിയർ സെല്ലിംഗ് പ്രഷറിലാണ് ഉണ്ടായിരുന്നത്. എന്നാൽ നമ്മുടെ മാർക്കറ്റിൽ മാത്രമാണ് ആ ഒരു വലിയൊരു ഫോള് കണ്ടത്. യൂറോപ്യൻ US മാർക്കറ്റുകളെല്ലാം തന്നെ ശാന്തമായിരുന്നു. ഏറ്റവും താഴെ നാസ്ഡാക്ക് 100 പോയിൻ്റ് മാത്രം 0.5% ഇടിഞ്ഞു. എന്നാൽ ഡോ കാണാൻ 270 പോയിൻറ്റിൻ്റെ അഥവാ 0.5% പോസിറ്റീവായ രീതിയിലാണ് റിയാക്ട് ചെയ്തത്. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റും ഫ്ലാറ്റായ രീതിയിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. ഇനി മുകളിലേക്ക് പോകുകയാണെങ്കിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന നിക്കി ജപ്പാൻ മാർക്കറ്റ് 342 പോയിൻറ്റ് പ്ലസ് ആണ്. കോസ്പി നെഗറ്റീവാണ്. ഷാങ്ഹായ് ചൈന നെഗറ്റീവാണ്. ഓസ്ട്രേലിയ 22 പോയിൻറ്റ് പ്ലസ് ആണ്. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഫ്ലാറ്റാണ്. നിഫ്റ്റി ഫ്യൂച്ചറിലേക്ക് വരാണെങ്കിൽ നിഫ്റ്റിയുടെ ഫ്യൂച്ചറിൻ്റെ ക്ലോസിംഗ് ഉണ്ടായിരുന്നത് 25,968 നമുക്കിപ്പോൾ ഉള്ള ഓപ്പണിങ് 26,000 എവിടെയാണോ നിഫ്റ്റി ക്ലോസ് ചെയ്തത് അവിടെ തന്നെ നിഫ്റ്റി ഓപ്പൺ ആവാനാണ് സാധ്യത. ബ്രണ്ട് ഓയിൽ 62, ബിറ്റ്കോയിൻ 91,271, സിൽവർ ചെറിയ രീതിയിൽ ഒരു ഗെയിനിന് വേണ്ടി ശ്രമിക്കുന്നു. ഗോൾഡ് കാണാം $21 ഇടിഞ്ഞ് ഏറ്റവും ടോപ്പിൽ $4,455 per ounce എന്ന നിലയിലാണ്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസ് 1% ഇടിഞ്ഞു. വിപ്രോ ഓൾമോസ്റ്റ് 1% ഇടിഞ്ഞു. ICICI ബാങ്ക് തിരിച്ച് കയറി. HDFC ബാങ്ക് ഫ്ലാറ്റായിരുന്നു. ഡോക്ടർ റെഡ്ഡി ഇടിഞ്ഞിരുന്നു, പിന്നീട് തിരിച്ച് കയറി. റിലയൻസ് 3.2% ഇടിഞ്ഞ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഇന്ന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് നമ്മൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഒരുപാട് ഫിനാൻഷ്യൽ കോണ്ടന്റുകൾ അവിടെ ഉണ്ട്. ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ ലിങ്ക് പിൻ ചെയ്യാം. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് വരാം. ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. BEL കമ്പനിക്ക് പുതിയൊരു ഓർഡർ കിട്ടി. 596 കോടി രൂപയുടെ ഓർഡർ. IEXൻ്റെ മാർക്കറ്റ് കപ്ലിംഗ് കേസ് ഇന്നാണ് സുപ്രീം കോർട്ട് പരിഗണിക്കുന്നത്. ഈ സ്റ്റോക്ക് ഇന്ന് ഫോക്കസിൽ വരുത്തുക. ഇനി നെപ്രോകെയർ ഹെൽത്ത് കെയർ ഇവരുടെയും ബെൻസാൽ വയർ ഇൻഡസ്ട്രീസ് ഈ 2 കമ്പനീസിൻ്റെയും ഈ ലോക്കിൻ പീരീഡ് ഇന്ന് തീരുകയാണ്. ഈ 2 കമ്പനീസും ഫോക്കസിൽ വരുത്തുക. RVNL കമ്പനി ഒരു നിർബന്ധമില്ല സ്റ്റോക്ക് ഇടിയണമെന്ന്. ഈ IPOയുടെ ലോക്കിൻ പീരീഡ് തീർന്നു, എലിജിബിളാണ് സെല്ല് ചെയ്യാനായിട്ട്, അത്രേ ഉള്ളൂ. RVNL കമ്പനി അവർക്ക് ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയുടെ ഭാഗത്തുനിന്ന് 201 കോടി രൂപയുടെ ഓർഡർ കിട്ടി. വാരിയസ് റിന്യൂവബിൾ എനർജി കമ്പനി ഇവർക്കും 704 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള പുതിയൊരു ഓർഡർ കിട്ടി. ആസ്ട്ര മൈക്രോവേവ് കമ്പനി 275 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ഭാരത് ഫോർജ് അവർ ജർമ്മൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയായിട്ട് AI ഇൻഡസ്ട്രീസ് ഓട്ടോമേഷൻ ബിസിനസ് ചെയ്യാൻ ധാരണയായി. ബജാജ് ഫിൻസർവ് ഇവർ ബജാജ് അലയൻസിൽ 23% സ്റ്റേക്ക് അക്വയർ ചെയ്തു. IPOയിലേക്ക് വരുമ്പോൾ ഭാരത് കുക്കിംഗ് IPO ഇന്ന് ഓപ്പൺ ആവും. സാഗർ സിമെൻറ്റ് ഇവർ ആന്ധ്ര സിമെൻറ്റിലെ 8% സ്റ്റേക്ക് സെല്ല് ചെയ്ത് മാറി. IRDA കമ്പനി ഇവരുടെ റിസൾട്ട് ഇന്ന് വരും, Q3 റിസൾട്ട്. പവർമെക്ക് കമ്പനി ഇവർക്ക് പുതിയൊരു ഓർഡർ കിട്ടി. 3,126 കോടി രൂപയുടെ ഓർഡർ കിട്ടി. പവർ ഗ്രിഡ് കമ്പനിക്കും കർണാടകയിൽ നിന്ന് പുതിയൊരു ഓർഡർ കിട്ടി. ഹൈവേ ഇൻഫ്ര കമ്പനി ഇവർക്ക് 328 കോടി രൂപയുടെ ഓർഡർ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചു എന്നുള്ളതാണ് ഇപ്പോഴുള്ള ന്യൂസ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിക്കുന്നു. താങ്ക് യു.